തട്ടിക്കൂട്ടി കറിയാണ്. അപ്പം ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ അടുപ്പിലിട്ട് അത് മൂത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മണം മാറും, പച്ച മണം മാറും. അപ്പോഴത്തേക്കും നമുക്ക് തക്കാളി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ ചേർക്കേണ്ട ഗരം മസാല റെഡിയാണ്. അപ്പോൾ ഗരം മസാല എന്ന് പറയുമ്പം പെരിഞ്ചീരകം പൊടിച്ചതാണ്, ചിക്കൻ മസാലയല്ല. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, മുളക് പൊടി. അപ്പോൾ എരിവ് കുറച്ച് മതി. എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റിയൊരു കറി തക്കാളി കറി. തക്കാളി കറി എന്ന് പറയുമ്പോൾ സാധാരണ തക്കാളി കറി ചാറ് കറി എന്നൊക്കെ പറയും. അപ്പോൾ പച്ച അത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തട്ടാം. ഇനി ഇത് വെന്തിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്കിനി മസാല പിടിച്ച് ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം. ഈ കറി നമുക്ക് ദോശയ്ക്കോ അപ്പത്തിനോ ഒക്കെ എടുക്കാം. പക്ഷേ ഇത് ചോറിനായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പം ഗൈസ് എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് കൊടുക്കാം. പിന്നെ കൊടുക്കണ കാണിക്കണില്ല. ഇതാണ് ലാസ്റ്റ് ലുക്ക്. നല്ല അടിപൊളി ടേസ്റ്റായിട്ട്. നമ്മൾ ടേസ്റ്റൊന്നും നോക്കാൻ പാടില്ല. ഏപ്പന്മാർക്ക് വയ്ക്കുന്ന കറിയാണ്. നമുക്ക് ഉപ്പ് പോലും നോക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളും വയ്ക്കുമെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ബായ്.